സുഷമേ, കഞ്ഞോളം ഇരിപ്പുണ്ടടി. കഞ്ഞോളോ? അതെന്റെ കെട്ടിയാൻ വെച്ചേക്കൂല്ലേ? നീ ഇതങ്ങോട്ട് പോവാ. ഇങ്ങോട്ടിറങ്ങടാ, ഇങ്ങോട്ടിറങ്ങാൻ. ഇവിടെ പുതിയ പൊറുതിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ നമ്മളൊന്നും അറിയണ്ടേ? ഇയാൾ ഇവിടെ ഇപ്പൊ സ്ഥിരം പൊറുതിയായ? മറ്റതൊരു വരത്ത് പോക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എടാ, ഞാൻ വരത്തിനല്ലെന്നേ ഈ കോളേജിലുള്ള എല്ലാവർക്കും അറിയാം. എന്നാ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ കൊച്ചുങ്ങൾ എവിടെന്ന്? ഇയാളുടെയാണ്? അതെന്റെ കൊച്ചുങ്ങളാ. എടി സുഷമേ, നീ എന്നാടി പ്രസവിച്ചത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എടാ, നിന്നെ അറിയിക്കാനേ എനിക്ക് സമയം കിട്ടിയില്ല. ദത്തെടുത്താന്ന് നീ അങ്ങ് വിചാരിച്ചോടാ. നീയാ ദത്തെടുക്കാന്? ആ, എവിടെന്നാ തട്ടിക്കൊണ്ടുവന്നിട്ട് വർത്താനം പറയുന്നു? എടാ ശ്രീപോറെ, തോന്നിയ സ്വഭാവം മാറും. നിന്റെ കാലിനെന്താ പറ്റിയത്? ഇങ്ങോട്ട് മാറിയെന്നേ, കുഞ്ഞിന് വയ്യാണ്ടിരിക്കുവാ. അതിന് കാല് വയ്യാതിരിക്കുവാ. കോളനിയിലെ കള്ളപ്രതിയെ ഇനി നടക്കത്തില്ല. എവിടെന്നാ പിള്ളേരെയും തട്ടിക്കൊണ്ടുവന്നിട്ട് കച്ചവടത്തിന് വെച്ചിരിക്കുന്നു? അടിച്ചതിന്റെ മോത്തെ പൊളിക്കും എന്റെ കൊച്ചുകളെ തൊട്ട് കളിച്ച. അങ്ങനെ തോന്നിയാസം കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മാഹിനെ തൂക്കടാ. കൊച്ചിനെ വിടറാ. എടാ, കാല് വയ്യ. എന്തുവായി കാണിക്കുന്നേ? കൊച്ചിനെ വിട്, കൊച്ചിനെ വിടാന്. കൊച്ചിനെ വിടറാ. കൊച്ചിനെ താഴെ നിർത്തടാ. തോന്നി ദിവസം കാണിക്കുന്നു. എന്താ എന്താ ആര് പിള്ളേരെ കൊണ്ടുവന്നു? കൊച്ചിനെ താഴെ ഇറക്കടാ. ഈ പിള്ളേരെ തട്ടിക്കൊണ്ടുവന്നത് ആര്? നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. അത് ഈ വീട്ടിലുള്ള സാറേ, ഈ പിള്ളേരെ തള്ളെ പോലീസ് വിളിച്ചിട്ട് പോയി. കാര്യം അറിയാതെ നീ സംസാരിക്കരുത്. കൊച്ചിനകത്തോണ്ടാക്ക്. നിനക്ക് എന്താ അറിയട്ടെ? കൊട്ടേഷനോ? ആ കൊട്ടേഷൻ തന്നെ വിചാരിച്ചാ മതി. കൂടുതലും മുട കാണിക്കല്ലേ സാറേ. നീ എന്തിയോടാ വെള്ളമായിട്ടുണ്ട് വരും. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് നോക്കിട്ട് അവിടുത്തെ സി ഒന്ന് വിളിച്ചാ. ശരി സർ. ചുമ്മാ ഭാവി. നിനക്ക് എന്താടാ അറിയട്ടെ? നീ ആ കൊച്ചു പിള്ളേരുടെ അവര് പറഞ്ഞ ആരാണ്? കണ്ടുപോരുത്. നീ ഇറങ്ങി വാടാ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് നോക്കിട്ട് അവിടുത്തെ സി ഒന്ന് വിളിച്ചാ. എന്താടാ ചിത്രേ, ഈ വക്കീലന്മാരെ പൈസ കൊടുത്താ വാങ്ങിക്കൂ? പിന്നെ പൈസ കിട്ടിയാ പുളിക്കോ? അല്ലെങ്കിലും ഇതേ ഗവൺമെന്റിന് താല്പര്യമുള്ള കേസല്ലേ. ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചീറ്റ് ചെയ്ത കേസാ. ജാമ്യം കിട്ടാത്ത വകുപ്പ് തന്നെയാ ചേർത്തിരിക്കുന്നത്. എടി, എങ്കിൽ പിന്നെ ഈ PPയെ കണ്ട് കാല് പിടിക്കേണ്ട കാര്യം എന്താ? മജിസ്ട്രേറ്റ് അങ്ങ് റിമാൻഡ് ചെയ്യിക്കത്തില്ലേ? ആ കണക്കിന് ചെയ്യേണ്ടതാ. പക്ഷേ അവള് വെച്ചിരിക്കുന്ന വക്കീൽ ആരാ? അത് നിങ്ങളങ്ങ് മറന്നോ? എടി, അതിന് KGS അവിടെ കയറി ഇവക്ക് വേണ്ടി എന്നാ പറയാൻ പോവുക? ആ വീഡിയോയിലുള്ളത് കള്ളമാണെന്ന് KGS പറഞ്ഞാൽ കോടതി വിശ്വസിക്കൂ? നീ എപ്പോഴും പറയുന്ന കേൾക്കാമല്ലോ, കോടതിയിൽ തെളിവാണ് ആവശ്യമെന്ന്. തെളിവ് സഹിതം വീഡിയോ കൊടുത്തിട്ട് ഇനി ഇല്ലാന്നെങ്ങനെയാ KGS തെളിയിക്കാൻ പോകുന്നേ? മനുഷ്യ, കേസ് തെളിയിക്കുന്നതല്ലേ ഈ കാര്യം. പിന്നെ ഈ ചീറ്റിംഗ് കേസില് അവൾക്ക് ജാമ്യം കിട്ടുവോ റിമാൻഡ് കിട്ടുവോ അതാണിപ്പോ അറിയേണ്ടത്. KGS ആണെങ്കിലേ ജാമ്യത്തിനു വേണ്ടി ശ്രമിക്കും. അത് തടയണമെങ്കിലേ ഈ PP വിചാരിക്കണം. ഇതൊക്കെ നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നേ? എടി, അങ്ങനെ റിമാൻഡിലായാലും അവള് പിന്നെ ഇറങ്ങി വരത്തില്ലേ? പിന്നെന്തുവാ? ആ വരട്ടെ. അതിനു മുമ്പ് ആ കൊച്ചുങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒതുക്കണം. കുടിക്കും മോനെ, അവൻ കുടിച്ചോ. പിള്ളേരാകെ പേടിച്ചു പോയി സാറേ. മോൻ കുടിക്കേ. ഈ കോളനിക്കകത്തുള്ളവന്മാരെ ഇത്ര വൃത്തികെട്ടവന്മാരാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ സുഷു. ആ ശ്രീകുമാർ മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളത്. ബാക്കിയുള്ളവന്മാര് പുറത്തുനിന്ന് വന്നതാ. അതാ പറഞ്ഞത്, പുറത്തുനിന്ന് വന്നതൊന്നുമല്ല, പുറത്തുനിന്ന് അയച്ചവരാ. കേട്ടില്ലേ? നിങ്ങളോട് അയാൾ പറഞ്ഞല്ലേ കൊട്ടേഷൻ ആണെന്ന്. സാറേ, അത് തന്നെയാ സംഭവം. പൈസ കൊടുത്ത ആളിനെ ഇറക്കിയിരിക്കുക. ഞാൻ അന്വേഷിച്ചു. ഈ വിഷ്വലെല്ലാം ഞാൻ രാജ്മോഹൻ സാറിന്റെ വാട്സാപ്പിൽ ഇട്ടിരുന്നു. സാറ് പറഞ്ഞ ദേവന്മാരെല്ലാം ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടവരെന്നാ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. അവന്മാർ ആൾക്കാരെ ഇറക്കിയതാ. ആ പോലീസ് സ്റ്റേഷൻ നമ്പർ എടുത്തായിരുന്നു. തൽക്കാലം വിളിക്കണ്ട, ഞാൻ പറയാം. പിള്ളേരെയും വിളിച്ചോണ്ടങ്ങ് തറവാട്ടിക്കൊണ്ട് കൊടുക്കാനായിരിക്കും കൊട്ടേഷൻ. ഇതങ്ങനൊന്നുമല്ല. ഇത് വേറെ ചില മാഫിയ. ഈ ഭിക്ഷാടന മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഈ പിള്ളേരെയൊക്കെ നാട് കടത്തുന്നതിന് ഒരുപാട്
റാക്കറ്റുകളുണ്ട് ഇവന്മാർക്ക്. മനുഷ്യ കിടത്താ. ഓ എന്റെ കർത്താവേ, ഇത്ര മഹാഭാവിലാണോ ഈ കോളനിയിലുള്ളത്? കോളനി ഉള്ളവർ എന്തിനാ ചായ കുറ്റം പറയുന്നേ? കൊട്ടേഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ ആൾക്കാരില്ലയോ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുട്ടികളെ ഇവിടെ നിർത്തുന്നത് ശരിയാവില്ല. ഇവരെ രണ്ടുപേരെയും കൂടെ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് നിർത്താം. ആൻസിയോ അങ്ങനെ പറഞ്ഞേ. അതെന്തിനാ? അവന്മാരെ പേടിച്ച് നമുക്ക് ഇവിടെ ജീവിക്കിരിക്കാൻ പറ്റുമോ സാറേ? അതല്ല സാർ ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. മോള് വരുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ ഇവിടെ? അതല്ല, എന്തായാലും കുട്ടികൾക്ക് ഇവിടെ അസൗകര്യ. അവര് ജീവിച്ച സാഹചര്യമൊന്നും അല്ലല്ലോ ഇവിടെ. 2 ദിവസം അവിടെ നിൽക്കട്ടെ. എടി അതാടി നല്ലത്. ഞാനേ പിള്ളേരെയും കൊണ്ട് സാറിന്റെ വീട്ടിലോട്ട് അങ്ങ് പോവാം. അതങ്ങനെ ചായ ശരിയാവുന്നേ? പയ്യാത്ത കൊച്ചിനെ ഇച്ചായ ഇപ്പൊ നോക്കൂ. സാറിന്റെ മാഡത്തിനൊക്കെ ഇതിനിപ്പോ നേരമുണ്ടോ? അവരിവിടെ നിക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. ഒന്നുമില്ലല്ലോ, ഇച്ചായ അതുവരെ അങ്ങ് പോകത്തില്ലല്ലോ. നിങ്ങളും കൂടെ അവിടെ വന്ന് നിന്നോ, അവർക്കൊരു സന്തോഷമാവട്ടെ അല്ലേ? നിങ്ങൾ ഭാര്യയും ഭർത്താവൂടെ ആൻസി വരുന്നവരെ അവിടെ വന്ന് നിൽക്കേ, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം അല്ലേ? അതെ സർ. സാറേ, അത് സാറിനൊരു ബുദ്ധിമുട്ടില്ലയോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ പിള്ളേരെയും കൊണ്ട് പോവാം. എടി നീ റെഡിയാകെ. 2-3 ദിവസേ ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ ഉള്ളവന്മാരെ സൂക്കടങ്ങ് മാറുമല്ലോ.